Okay, good morning all of you. All of you mark the attendance. എല്ലാവരും attendance മാർക്ക് ചെയ്തു കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? ഈ ചിഹ്നങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, കുറേ ആളും എല്ലാവരും നല്ല ആക്റ്റീവായി മിസ്സിന് ഓരോന്നും എഴുതി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇന്ന് നമുക്ക് all of you take a textbook page number 30 അല്ലേ? 13ാമത്തെ പേജിലത്തെ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു അല്ലേ? ഓക്കെ അല്ലേ? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? യെസ് ഓർ നോ? യെസ്. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ ഏതൊക്കെയായിരുന്നു? ആ എന്ന ചിഹ്നം, ഈ എന്ന ചിഹ്നം നമ്മൾ പഠിച്ചു അല്ലെ? ഈ എന്ന ചിഹ്നം പഠിച്ചോ? എന്താണ് ആദിശേ? ഓക്കെ, all of you listen. എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ഓക്കെ, അതിൽ നമ്മൾ ആദ്യം പഠിച്ച ചിഹ്നം ആ എന്ന ചിഹ്നമായിരുന്നു അല്ലെ? ആ എന്ന ചിഹ്നം മിസ് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ആ ഏത് ചിഹ്ന വരുക? ഇതിന് നേരെ നമ്മള് ഈ ചിഹ്നാണ് പഠിച്ചത്. ഓക്കെ, ആ എന്ന ചിഹ്നം. നെക്സ്റ്റ് ഈ ആണ്. ഈക്ക് ഏത് ചിഹ്നം പഠിച്ചു? അതിന് എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞു അല്ലേ? ഇതാണ് ചിഹ്നം പറഞ്ഞു. നെക്സ്റ്റ് വൺ ഈ എന്ന സ്വരാക്ഷരമാണ്. ഈ അല്ലേ? ഓക്കെ, അതിന് എങ്ങനത്തെയാണ്? കണ്ടോ? ഈ ചുരുക്കുവള്ളി. ഓക്കെ, ഇതാണ് ഈ എന്ന ചിഹ്നം. ഓക്കെ, അപ്പൊ അതിന് നിങ്ങള് എങ്ങനെയാ? അപ്പൊ ചാക്ക് ഈ എന്ന ചിഹ്നൂട്ട ഏതാവുക ഉമർ ജാഫറെ? എന്ത് വായിക്കും? പാക്ക് പി. ചാക്കാണെങ്കിലോ ചീ അല്ലേ? നെക്സ്റ്റ് വൺ വായാണെങ്കിലോ വാക്ക് ഈ ചിഹ്നൂട്ട എന്താ? വി. ഓക്കെ, അപ്പൊ ഒരു എക്സാമ്പിൾ പറയാം നമുക്ക്. എന്താണ്? പി. നമ്മുടെ ഇവിടെ കണ്ടോ? ദാ all of you listen. നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് 3ാമത്തത് പീലി. കണ്ടോ? ഈ ചിഹ്നാണ് ഇട്ടുള്ളത്. പാ എഴുതിയിട്ട് ഈ എന്ന ചുരുക്ക് ചിഹ്നം ഇട്ടപ്പോ എന്തായി? പീ ആയി. കണ്ടോ? അപ്പോ എക്സാമ്പിൾ ഇവിടെ എഴുതുന്നുണ്ട് മിസ്. പാ നമ്മൾ പഠിച്ചതാണ്. എന്നിട്ട് എന്തിട്ടു? ചുരുക്ക് ചിഹ്നം. ഓക്കെ, എന്ത് വായിക്കും? പീ അല്ലേ ഹെൽജോ? പീ. നെക്സ്റ്റ് നിങ്ങൾ എന്താ വായിക്കും നോക്കട്ടെ. കഴിഞ്ഞ ദിവസത്തെ എല്ലാരും മറന്നുപോയോന്ന് അറിയണ്ടേ മിസ്സിന്? ഇതിപ്പോ എന്താ വായിക്കുക ഫാത്തിമ മെഹറിൻ? ഇവിടെ ശ്രദ്ധിക്കണം അല്ലേ? ഓക്കെ, എന്ത് വായിക്കും? പാക്ക് ഈ ചിഹ്നമായിട്ട് നമ്മൾ ഈ എന്ന ചിഹ്നം. അപ്പൊ എന്ത് വായിക്കും? പി. ഇതോ? ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ചിഹ്നം ഈ എന്ന ചിഹ്നം. അപ്പൊ ലാക്ക് വള്ളിയിട്ട എന്ത് വായിക്കും? ഈ ഉണ്ടോ മോളെ അവിടെ? വെറും ഈ അല്ലേ? ലാക്ക് ഈ എന്ന വള്ളി ചിഹ്നം ഇട്ട് കഴിഞ്ഞാല് ലി. ലാക്ക് ലി. അപ്പൊ പി. യെസ്, ഇവിടെ ശ്രദ്ധിച്ചേ. പീലി. കണ്ടോ? എന്താ വായിക്കുക? പീലി. പീലി. ഇവിടെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ വായിക്കണം. എന്ത്? പീലി. അപ്പൊ പാക്ക് ഈ എന്ന ചിഹ്നം യൂസ് ചെയ്തു, ഈ എന്ന ചുരുക്ക് വള്ളി യൂസ് ചെയ്തു. നെക്സ്റ്റ് വൺ ലാക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഈ എന്ന ചിഹ്നവും യൂസ് ചെയ്തു. ഓക്കെ, അപ്പൊ എന്ത് വായിക്കും? പീലി. എന്താ വായിക്കുക? പീലി. ഓക്കെ ആണോ? അപ്പൊ നെക്സ്റ്റ് മിസ് ഇവിടെ എഴുതുന്ന സമയത്ത് നിങ്ങൾ വായിക്കണേ.
മിസ് ചോദിക്കുന്ന ആള് വായിക്കണേ. ഓക്കേ അരി. ആദിശ്രീ, ആദിശ്രീ എന്ത് വായിക്കൂ ഇത് മിസ് ഇപ്പൊ എഴുതിയത്? ഇത് ചാ, ഇതിന് ഈ ആ ചീ ആണല്ലേ. ചീ. ദാ ഇവിടെ നോക്കണം. ഇനി ഒരക്ഷരം കൂടെ മിസ് എഴുതും. ഇത് ഏതാക്ഷരം? ഇതേതാക്ഷരം? എന്ത് വായിക്കും അപ്പോ? ചീര. എന്ത് വായിക്കും? ചീര. വെരി ഗുഡ്. ചീര അല്ലേ. നെക്സ്റ്റ് ഒരു എക്സാമ്പിളും കൂടെ മിസ് എഴുതുവാണേ. ഇത് വ. ഓക്കെ, വ. വ വാക്ക് ചുരുക്കുവള്ളി ഇട്ടു. അപ്പൊ എന്ത് വായിക്കാ? അഹല്യ. വി. ഓക്കെ, അഹല്യക്കുട്ടി വി വായിക്കാം അല്ലെ. നെക്സ്റ്റ് ഒരക്ഷരം കൂടെ മിസ് എഴുതുന്നുണ്ടേ, നോക്കി വായിക്കണേ. ഇത് ഏതാക്ഷരം? എന്നിട്ട് അതിന് വള്ളി ഇട്ടു. അപ്പൊ എന്ത് വായിക്കും? എന്ത് വായിക്കും? വീതി അല്ലേ. കാക്ക് വള്ളിയിട്ടു ഓക്കെ, വീതി എന്ന് വായിക്കും അല്ലേ. അപ്പൊ മനസ്സിലായോ മക്കൾക്ക്? മിസ് ചോദിക്കുന്ന ആളെ മാത്രം മ്യൂട്ട് ചെയ്യണം കേട്ടോ. മനസ്സിലായോ? അപ്പൊ എക്സാമ്പിൾ മിസ് പറയുമ്പോ നിങ്ങൾ എല്ലാവരും എഴുതോ. ഓൾ ഓഫ് യു ടേക്ക് സ്ലേറ്റ്. ഓക്കെ, എടുത്തിട്ടുണ്ടല്ലേ. വെരി ഗുഡ് ലുബാബ. ഓക്കെ, അപ്പൊ മിസ് പറയുന്നത് എന്ന് എഴുതണേ. പാക്ക് ഈ എന്ന ചിഹ്നം യൂസ് ചെയ്യുമ്പോ പി ആയി. നെക്സ്റ്റ് ലാ എഴുതി വള്ളിട്ടു. അപ്പൊ പീലി. ചിഹ്നങ്ങൾ എങ്ങനെയാ യൂസ് ചെയ്യുന്നത് മനസ്സിലായില്ലേ? ഒന്ന് മിസ് ഞാൻ പറയാ. ചീര. ഒന്ന് എഴുതിയേ മക്കള്. ചീര. വേഗം വേഗം. ആരാ ഫസ്റ്റ് ആവും നോക്കണ്ടേ നമുക്ക്? ചീര. ചീര. ഒന്ന് കാണിച്ചേ മിസ്സിന് ആരൊക്കെ എഴുതിയെന്ന്? ചീര. ഉമറേ വീഡിയോ ഒന്ന് ഓൺ ചെയ്തേ. ചീര. ആരാ ഫസ്റ്റ് എഴുതി നോക്കട്ടെ മിസ്? ദാ ഇവിടെ വൈകക്കുട്ടി എഴുതി ചീര. ഓക്കെ, മനസ്സിലായല്ലേ? ഏതൻ ചീര. വെരി ഗുഡ്. മുഹമ്മദ് ഷാസിൽ എഴുതി ചീര. വെരി ഗുഡ്. ഇനി മീനാന്നൊന്ന് എഴുതിയ മക്കള്. മീന. ഈ എന്ന ചിഹ്നാണേ. മീന. മാക്ക് ഈ എന്ന ചിഹ്നം ഇടണം. എന്നിട്ട് നാ എഴുതണം. ഒന്ന് എഴുതി നോക്കിയേ. അബ്ദുൽ ബാസിത്ത് എഴുതുന്നുണ്ടോ? ആദിശ്രീ, ആദിയ, നിരാശ പ്രണബ്, ഫാത്തിമ മെഹറിൻ, മുഹമ്മദ് ഷഹൽ, അഹല്യ, മുഹമ്മദ് ഷാസിൽ, അബ്ദുൽ ബാസിത്ത്. നെക്സ്റ്റ് അൻവിത പ്രജീഷ്, എബിൻ, ഇവാന ബിജു, ഹെൽജോ ഫെലിക്സ്, ഏദൻ തോമസ്, മുഹമ്മദ് റഫാൻ, ഏദൻ ജെ മാത്യു, ഏബൽ സിൻഡോ, മുഹമ്മദ് മെഹഫൂസ് അലി, വിദ്യുദ്റാം, ഉമർ ജാഫർ, അഭിനവ് എസ് ജേക്കബ്, റിയാൻ ടി പി, വൈഗ കെ, ഡെൽവിൻ ബിജു, ലുബാബ, ഇഷാനി ഷാനു. ഓക്കെ, എല്ലാവരും എഴുതുന്നുണ്ടല്ലേ. മീന. വെരി ഗുഡ്. മീന. മാക്ക് ഈ എന്ന നീനാന്നാ ഇതിന് അൻവിത. ഓക്കെ, വെരി ഗുഡ്. സാരില്ല കേട്ടോ, അതും ഓക്കെയാണ്. പക്ഷെ മീനാന്നാ മിസ് പറഞ്ഞ ആദ്യേ. ആയിഷ മാന, നൂഹാസ്ബിൻ, ആദിഷ്, ഷിഫാന സിയച്ച്, മഹിമയും കയറിയിട്ടുണ്ടല്ലേ. ഓക്കെ, വെരി ഗുഡ്. എന്ത് പറ്റി ഷാനി? കണ്ണൊക്കെ തിരുമ്പുന്നേ. ഓക്കെ, അഭിനവ് എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. ആയിഷക്ക് എന്ത് പറ്റി? ആയിഷ തണുക്കുന്നുണ്ടോ? വേഗം എഴുതിയേ, വേഗം എഴുതേ. ഓക്കെ, ഹെൽജ എഴുതിയ മോനെ. മെഹഫൂസേ കുറച്ച് ലൈറ്റിലെടുത്തിരുന്നടാ, നല്ല മിസ്സിന് കാണൂ. ഓക്കെ, ദെൻ മീന. വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും. നിരാശ എഴുതിയോ? നിരാശ. യെസ്, വെരി ഗുഡ്. അപ്പൊ നീന. അടുത്തത് നീന. നേരത്തെ ആരോ എഴുതിയിട്ട് നീന. അപ്പൊ ഇതിനൊക്കെ ഏത് ചിഹ്ന വേണ്ടത്?
ഈ എന്ന ചിഹ്നം. അപ്പൊ നമ്മള് 3 ചിഹ്നങ്ങൾ പഠിച്ചു അല്ലേ റിയാൻ? ഏതൊക്കെ? ആ, ഈ, ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ആ എന്നതിന് ഏത് അക്ഷരത്തിന്റെ കൂടെയും ആ എന്ന ചിഹ്നം യൂസ് ചെയ്താല് ഏതാ? വായാണെങ്കിൽ വാ, മായാണെങ്കിൽ മാ, ലായാണെങ്കിൽ ലാ, നെക്സ്റ്റ് റായാണെങ്കിൽ റാ, അങ്ങനെ വരും. നെക്സ്റ്റ് ഈ എന്ന ചിഹ്നമാണ് യൂസ് ചെയ്യുന്നെങ്കിലോ വി, മീ, ചി, ടി അങ്ങനെ വരും അല്ലേ? അപ്പോ വ്യഞ്ജനങ്ങളുടെ കൂടെ സ്വരങ്ങൾ ആഡ് ചെയ്യുമ്പോഴാണ് ചിഹ്നങ്ങൾ വരുന്നത് അല്ലേ? അപ്പൊ ഈ എന്ന ചിഹ്നാണെങ്കിൽ എന്ത് ചെയ്യും? വി, പി, ചി, മീ ഇങ്ങനെ വരും. ഓക്കെ. അപ്പൊ പീലി, ചീര, വീതി ചിഹ്നങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരുടെ ഒന്ന് കാണാതെ ഒന്ന് എഴുതി പഠിക്കണ്ട അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ മക്കളെ? യെസ് ഓർ നോ? മനസ്സിലായോ ഇത്? യെസ്. ഇവിടെ ആരൊക്കെ യെസ് പറഞ്ഞു നോക്കട്ടെ. എല്ലാവർക്കും മനസ്സിലായോ? യെസ്, അഹല്യ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വൈഗ, ദിയാനിഷ, അൻവിത, ഓക്കെ, ലുബാബ, ഷഹല് എല്ലാവർക്കും മനസ്സിലായി അല്ലേ? ഇഷാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഏതാ പഠിക്കേണ്ടത്? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ മാലക്ക ഡോട്ടിന്റെ മുകളിൽ നിങ്ങൾ ഫില്ല് ചെയ്തിട്ടുണ്ടോ ടെക്സ്റ്റ് ബുക്കിൽ മക്കള്? അടുത്ത ചിരി, ചിരിക്ക് ഡോട്ടിന്റെ മുകളിൽ പെൻസിൽ കൊണ്ട് എഴുതണം. നെക്സ്റ്റ് പീലി, പീലി എന്നുള്ളതിന് ആ ഡോട്ടിന്റെ മുകളിൽ എഴുതിയ മക്കളെ എല്ലാവരും. നെക്സ്റ്റ് അപ്പൊ എന്തൊക്കെ നമുക്ക് ആ പേജിൽ ഉണ്ട് നോക്കിയേ, ഒന്ന് വായിച്ചു നോക്കിയേ മക്കളെ, എന്നിട്ട് നമുക്ക് മറ്റേ അത് അടുത്ത പഠിക്കാം. ഇതാ ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് നോക്കിയേ. മാല, ചിരി, പിന്നെന്താ? ആരാ ഒന്ന് വായിക്കുന്നേ നോക്കട്ടെ, ഇവർക്ക് കിട്ടിയോന്ന് അറിയണ്ടേ അല്ലേ? ഓക്കെ, ഏബൽസിൻഡോ ഒന്ന് അത് വായിച്ചേ ആ പേജ്. മിസ് പറഞ്ഞു തന്ന ചിഹ്നങ്ങൾ മനസ്സിലായോ നോക്കട്ടെ. മാല, ചിരി, പീലി. നെക്സ്റ്റ് താഴെ എന്താ ഉള്ളത്? ചിത്രമില്ല. അപ്പൊ ചിഹ്നങ്ങൾ നോക്കി വായിക്കണം. ചിഹ്നങ്ങള് നമ്മൾ ഇവിടെയാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്, ശ്രദ്ധിച്ച് വായിക്കേണ്ടത്. വായിച്ചേ ഏബലേ. ഏബൽ വായിച്ചോ. അടിയിലെന്താ? പാ കാച്ചിലോട്ടു. എവിടെയാ വായിക്കുന്നത്? മാല, മല. ഇത് മാല, മല. മാല, മാല. നെക്സ്റ്റ് വൺ. ഏബലേ വായിക്കുന്നുണ്ടോ? അതല്ലടാട്ടെ, 13ാമത്തെ പേജായി ഇപ്പൊ നമ്മ എടുക്കുന്നത്. പേജ് നമ്പർ 13. ഏതെന്ന് മനസ്സിലായില്ലാന്ന് തോന്നുന്നു. ഫാത്തിമ മെഹറിനെ ഒന്ന് വായിച്ചേ. ഫാത്തിമ, 13ാമത്തെ പേജല്ലേ മിസ് ഇപ്പൊ പഠിപ്പിക്കുന്നത്? അല്ല, നിങ്ങളുടെ എത്രയാണ് പേജ് നമ്പർ? മിസ്സിന്റെയിലാണ് കേട്ടോ 13ാമത്തെ. 13 തന്നെയാ മാല എന്നുള്ളത്. ഓക്കെ, എന്നാ വായിച്ചു വായിച്ചു ഉറക്കെ വായിച്ചേ. ആ ചിഹ്നങ്ങള് മനസ്സിലായിന്നും പറഞ്ഞ് കയ്യും കാണിച്ച് ഇപ്പൊ ആർക്കും വായിക്കാൻ പറ്റുന്നില്ല. ചിരി. ആ ചിരി. നെക്സ്റ്റ് പാക്ക്. ഏത് വള്ളിയല്ലേ ഇട്ടത്? എന്ത് വായിക്കും? പീലി. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് വൺ എന്താ നോക്കിയേ താഴത്തെ കോളത്തിലുള്ളത്? മലയാണോ നിങ്ങളിൽ ഉള്ളത്?
അല്ല താഴെ പാവയല്ലേ ഉള്ളത്? ആ ഓക്കെ പാവ. നെക്സ്റ്റ് വൺ അല്ല അതിന്റെ താഴെ ഉള്ളത് വായിക്കും. പാവ കഴിഞ്ഞിട്ട് പാത, അടുത്തത് താഴെ ആ എന്ന പാതയില്ലേ? ഓക്കെ എന്നാ അതാണോ പ്രശ്നം? എന്റെ ഇതാ കണ്ടോ പാത, ഇതാ ഇവിടെ പാവ പാത. നെക്സ്റ്റ് കണ്ടോ തിര നിര. കാണുന്നില്ല? ഇതന്നല്ലേ പേജ് നമ്പർ നിങ്ങൾക്ക്? ഓ അതില് മാല മാല എന്നാ ഉള്ളത് അല്ലേ? അയ്യോ ഇത് ടീച്ചേഴ്സ് കോപ്പിയാണ്, അതുകൊണ്ടായിരിക്കാം. അപ്പൊ നിങ്ങളുടെ ടെസ്റ്റ് അല്ല മിസ്സിന്റെ കയ്യിലുള്ളത് അല്ലേ? ഓക്കെ വെരി ഗുഡ്. മക്കള് ക്ലിയർ ആയിട്ടാ വായിച്ചത് അല്ലേ? ഓക്കെ. അപ്പൊ മല മാല എന്നാണോ ഉള്ളത് നിങ്ങളുടെ കയ്യില്? ഓക്കെ ഓക്കെ വെരി ഗുഡ്. അപ്പൊ മോനൊന്ന് വായിച്ചേ. ആ വായിച്ചോ? വൈക അല്ല ഫാത്തിമ മേറിയും വായിച്ചോ? മല. ആ മല മാ, അവിടെ ആ ചിഹ്നം വന്നിട്ടുണ്ട് മാല എന്നുള്ളത്. ആ വരി. ഓക്കെ വെരി ഗുഡ്. ആ വര വരി. ആ നെക്സ്റ്റ് ആ നീല. ആ ല നീല. നെക്സ്റ്റ് വൺ ആ മോളെ വായിച്ചു കഴിഞ്ഞോ? ഓക്കെ. നമ്മുടെ രണ്ടുപേരുടെയും ടെക്സ്റ്റ് തമ്മിൽ ഡിഫറൻസ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് നാം മിസ് പറഞ്ഞത്. കണ്ടോ മിസ്സിന്റെ കണ്ടോ? പാവ പാത ഉണ്ടോ? ഇതാണ് എന്റേത്. തിര നിര ചീര വീതി ചിഹ്നങ്ങളും ഉണ്ട് കേട്ടോ. ഓക്കെ അതാണ് ഏബലും വായിച്ചല്ലേ ഏബലെ? അപ്പൊ മിസ്സിന്റെ ടെക്സ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് തമ്മിൽ വ്യത്യസ്തമാണ് കേട്ടോ, അത് മിസ് അറിഞ്ഞില്ല. ഓക്കെ സോറി കേട്ടോ. അപ്പൊ നമ്മുടെ മനസ്സിലായോ? മല ആദ്യം നമ്മൾ നിങ്ങളുടെ ബുക്കിലുള്ളത് മല മാല, അവിടെ എന്താ ആ എന്ന ചിഹ്നമാണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെ? മല. അപ്പോ ഇതാ മിസ് അതുകൂടി ഒന്ന് പറഞ്ഞുതരാ. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇവിടെ ഇത് ക്ലിയർ ചെയ്യുന്നുണ്ട് മിസ്. ഇവിടെ ശ്രദ്ധിക്കോ മക്കളെ. അപ്പൊ മല മാല അതാണ് വായിച്ചത് ആദ്യം. അപ്പൊ മല മല. അപ്പൊ അടുത്തത് എന്താ വരുന്നത്? ആ എന്ന ചിഹ്നം എങ്ങനെയാ യൂസ് ചെയ്യുന്നതാണ് വരുന്നത് അല്ലേ? മാ. മലയും മാലയും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ നിങ്ങളിപ്പോ? ചിഹ്നങ്ങൾ യൂസ് ചെയ്യുമ്പോ ഇത്രയും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്ത് വായിക്കും? ഇപ്പൊ ഇവിടെ ആ എന്ന ചിഹ്നം ഇല്ലെങ്കിൽ എന്ത് വായിക്കും മക്കളെ? എന്താ വായിക്കുക അൻവിത? മല എന്നാണ് വായിക്കുക അല്ലേ? അല്ലേ അൻവിത കുട്ടി? ആ ഈ ആ എന്ന ചിഹ്നം വന്നപ്പോ എന്തായി? എന്ത് വായിക്കും? ആ കണ്ടോ അതിന്റെ ഡിഫറൻസ് കണ്ടോ മക്കളെ? അപ്പൊ ഇവിടെ മല, യാ എന്ന ചിഹ്നം ഇവിടെ വന്നപ്പോ മാലയായി അല്ലേ? രണ്ടും വ്യത്യസ്ത അർത്ഥങ്ങൾ വന്നു അല്ലേ? നെക്സ്റ്റ് അതുപോലെ അടുത്തത് വായിച്ചത് നിങ്ങള് വര 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 അല്ലേ? ആദ്യത്തെ വര. പിന്നെ എന്ത് ചെയ്തു? വരി. കണ്ടോ ഉണ്ടോ? ഇത്ര പോരുന്നൊരു ചിഹ്നം മാറിയാൽ എന്തായി? ദാ അപ്പൊ ചിഹ്നത്തിന് വളരെ പ്രാധാന്യമുണ്ട് കേട്ടോ. ഇത് വര, ഇതോ വരി. കണ്ടോ? ഇത് വര. നെക്സ്റ്റ് ഈ ചിഹ്നം ഈ എന്ന ചിഹ്നം വരുമ്പോ വരി.
കണ്ടോ? ചിഹ്നങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് അല്ലെ? എന്ത് ചെയ്യണം? ചിഹ്നങ്ങൾ മക്കൾ നല്ലതുപോലെ പഠിക്കണം അല്ലേ? ഓക്കെ, ഇപ്പൊ മനസ്സിലായില്ലേ? 3 ചിഹ്നങ്ങള് ആ, ഈ, ഈ. ആ എങ്ങനെയാ ചിഹ്നങ്ങൾ എഴുതുക? ഒന്ന് സ്ലേറ്റിൽ എഴുതിയ എല്ലാ മക്കളും ഒന്ന് കാണിച്ചു തന്നെ. 3 ചിഹ്നങ്ങള് നമ്മൾ ഇന്ന് പഠിച്ച 3 ചിഹ്നങ്ങൾ, കഴിഞ്ഞ ക്ലാസ്സിലും ഇന്നും കൂടെ പഠിച്ച 3 ചിഹ്നങ്ങൾ ഒന്ന് മിസ്സിന് കാണിച്ചു തന്നെ എഴുതിയിട്ട്. ആ എന്ന ചിഹ്നം, നെക്സ്റ്റ് ഈ എന്ന ചിഹ്നം, ചുരുക്കുവള്ളി. 3 ചിഹ്നങ്ങൾ ഒന്ന് കാണിച്ചു തന്നെ സ്ലേറ്റിൽ എഴുതിയിട്ട്. എന്ത് പറ്റി ഏതൻ തോമസേ? മിസ് എഴുതാൻ പറയുമ്പോ മടി വരുന്നുണ്ടോ? എഴുതനേ, എന്ത് പറ്റി? മടിയാവുന്നുണ്ടോ എഴുതാൻ? ഇല്ല അല്ലേ? ഗുഡ് ബോയ് അല്ലേ മോൻ? വേഗം എഴുതും. ഓക്കെ റഫാനെ വേഗം എഴുതിയേ. വിദ്യുത് റാമ്, ഐവിൻ ജോസഫ് കേറിയിട്ടുണ്ട്. ഐവിൻ. മഹിമ പോയോ? വെരി ഗുഡ്. ഈ വൈഗ എഴുതി ഇവിടെ. വൈഗ വെരി ഗുഡ്. മെഹഫൂസ് അലി എഴുതുന്നില്ല കേട്ടോ, മിസ് സമ്മാനം തരില്ലേ? വേഗം എഴുതിയ നല്ല മോനായിട്ട് വേഗം എഴുത്. ഈ അൻവിത എഴുതി അല്ലേ? ഓക്കെ, ഏതൻ ടോം മാത്യു എഴുതിയിട്ടുണ്ട്. അഭിനവ് എഴുതി. വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ആരൊക്കെ എഴുതി ചിഹ്നങ്ങള്? ഇഷാനി ഷാനു വെരി ഗുഡ്. നിഡാഷ പ്രണബ് വെരി ഗുഡ്. ഡെൽവിൻ ബിജു വെരി ഗുഡ്. മെഹഫൂസ് അലി ഒന്നും എഴുതുന്നില്ല കേട്ടോ, മിസ്സിനോട് കൂട്ടില്ലാന്ന് തോന്നുന്നു. ആദിശ്രീ വെരി ഗുഡ്. വേഗം വേഗം എഴുതിയ എല്ലാ മക്കളും ഫസ്റ്റ് ആയേ. മുഹമ്മദ് ഷഹൽ എഴുതി. വെരി ഗുഡ്. ലുബാബ എഴുതിയിട്ടുണ്ട്. നുഹാസ്മിൻ എന്തായി എഴുതിയോ? ഓക്കെ, അപ്പൊ അത്രയും എല്ലാരും എഴുതുന്നുണ്ട് അല്ലേ? നല്ല മക്കളാണ്. നെക്സ്റ്റ് അപ്പൊ അതിന്റെ താഴെ എന്താണ്? അപ്പൊ മിസ് വായിച്ചു. മിസ്സിന്റെ നിറകുടം തുളുമ്പില്ല എഴുതിയിട്ടുണ്ട്. കണ്ടോ നിങ്ങള് താഴെ ടെക്സ്റ്റില്? മാല, ചിരി, പീലി, പിന്നെ എന്റെ പാവ, തിര, ചീര, പാത, നിര, വീതി. പിന്നെ എന്താ താഴെ എഴുതിട്ടുണ്ടോ? 2 പക്ഷികൾ പിടിച്ചിട്ട് നിറകുടം തുളുമ്പില്ല. എന്താ അങ്ങനെ പറഞ്ഞ? നിറകുടം എന്ന് പറഞ്ഞ എന്താ അറിയോ ആർക്കെങ്കിലും? ഇതാ ഇവിടെ ഉണ്ട്. നിറകുടം തുളുമ്പില്ല. ലുബാബ കാണിച്ചിരുന്നുണ്ട്. ഉണ്ടോ? നിറകുടം എങ്ങനെയും തുളുമ്പില്ല അല്ലെ? നിറഞ്ഞൊരു പാത്രത്തില് വെള്ളം ഉണ്ടെങ്കിൽ എന്താ? തുളുമ്പില്ല അല്ലെ? അപ്പൊ നല്ലോണം അറിവുള്ളവരും അത് പുറത്ത് കാണിക്കില്ല അല്ലെ? കുറച്ചുള്ളവരാ ഞാൻ വലിയ പഠിപ്പിച്ചിട്ടാണ് എന്ന് കാണിക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല മക്കളാവണം അല്ലേ? ഓക്കെ, അപ്പൊ വായിക്കാം എഴുതാം എന്നുള്ളതില് മാല, ചിരി, പീലി, അതിന്റെ മുകളിൽ ഡോട്ട് കംപ്ലീറ്റ് ചെയ്യണം. നെക്സ്റ്റ് ഈ 3 ചിഹ്നങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചു. നെക്സ്റ്റ് പാവ, പാത, തിര, നിര, ചീര, വീതി. ചിഹ്നങ്ങൾ ഏത് ചിഹ്നങ്ങളും അക്ഷരങ്ങളുടെ കൂടെ ചേർത്ത് വായിക്കണം കേട്ടോ. അപ്പൊ ഓർമ്മിച്ചിട്ട് വായിക്കണം. നെക്സ്റ്റ് പേജ് എന്താ നോക്കിയേ മക്കളെ? അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഹോംവർക്ക് വേണ്ടേ? എന്താണ് അക്ഷരദീപത്തിൽ എഴുതുന്ന മക്കളെ? ഇപ്പോ എന്താ എഴുതുന്നേ? ആരാ പറയുന്നേ? എന്താ അൻവിത എഴുതുന്നേ? അതല്ലല്ലോ നമ്മൾ എഴുതിയത്. തറ, പറ, അതല്ലേ നമ്മൾ എഴുതിയത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എവിടം വരെ എത്തി? മല അതെഴുതിയോ? മല, വര. ഓക്കെ, അതൊക്കെ എഴുതണേ അക്ഷരദീപത്തില്. അതുപോലെ 2 ലൈൻ ബുക്കിൽ നിങ്ങൾ അക്ഷരം അതെഴുതിയില്ലല്ലോ. ഇല്ല, അത് എഴുതാം നമുക്ക് കേട്ടോ. നമ്മൾ പഠിച്ചില്ലല്ലോ. കാക്ക വ്യഞ്ജനാക്ഷരങ്ങൾ നമ്മൾ പഠിക്കണത്രല്ലേ അല്ലേ? മോള് പഠിച്ചോ? എന്നാ കുഴപ്പമില്ല, എന്നാ എഴുതിക്കോ കേട്ടോ. നമ്മളത് എന്താ പറയാ, പറയാനേ പഠിച്ചുള്ളൂ, എഴുതാൻ പഠിച്ചില്ല. അടുത്ത ക്ലാസ്സിൽ നമുക്കത് പഠിക്കാം കേട്ടോ. നമുക്കിപ്പം അക്ഷരങ്ങൾ പഠിപ്പിക്കേണ്ടി വരും. എന്തുകൊണ്ടാന്നറിയോ? ചേന, പേന, മൈന, അതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കാനുള്ളത് അല്ലേ? അപ്പോ ഇന്ന് നമുക്ക് എന്താണ് ഇവിടെ ചിഹ്നം കണ്ടോ നിങ്ങള്? ഈ ചിഹ്നങ്ങൾ പഠിച്ചാലേ ഇപ്പൊ നിങ്ങൾക്ക് വായിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ചിഹ്നങ്ങൾ മിസ് പഠിപ്പിച്ചത്. ഇനി നമുക്ക് കാക്കങ്ങ വ്യഞ്ജനാക്ഷരങ്ങൾ നമുക്ക് പഠിക്കണം അല്ലെ? നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങളും കൂടെ പഠിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാ? ടെക്സ്റ്റിലത്തെ ഓരോന്നും വായിക്കാൻ പഠിക്കാം അല്ലെ? അപ്പൊ നമുക്ക് എളുപ്പം ഉണ്ടാവും.
അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ പുലി കണ്ടോ, അടുത്ത പേജ് എന്താണ് നോക്കിയേ. പുലി, പൂവ്, രണ്ട് ചിഹ്നങ്ങളുണ്ട് അവിടെ. ഊ എന്ന ചിഹ്നം ഒന്നാമത്തേതാ, ഊ എന്ന ചിഹ്നം നോക്കിയേ. ഊ എന്ന ചിഹ്നം എങ്ങനെയാ? ഊ എന്ന ചിഹ്നം നമുക്ക് നോക്കാം. ഊ എന്ന അക്ഷരം, സ്വരാക്ഷരങ്ങളിൽ ഊ എന്ന അക്ഷരം, അതിന്റെ ചിഹ്നം എങ്ങനെയാ വരുന്നറിയോ? ഇതാ ഊ. ഇങ്ങനെയാണ് ഊ ചിഹ്നം യൂസ് ചെയ്യുക. അപ്പൊ പാക്ക് ഊ ചിഹ്നം യൂസ് ചെയ്യുമ്പോ പൂവായി അല്ലേ, പുലി. അതാണ് ആദ്യത്തത്. കണ്ടോ നിങ്ങള്? പാ ഊ ചിഹ്നം എന്നിട്ട് എന്ത്? ലീ. എന്ത് വായിക്കും? പുലി. അപ്പൊ ലാക്ക് വലിയിട്ട ലീ ആണെന്ന് നമുക്കറിയാം അല്ലെ, ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പാ കൂച്ചിനുട്ടു പു, പുലി. എന്താ വായിക്കുക ആദ്യ? ഇതെന്താ വായിക്കുക? പുലി. പുലി. നെക്സ്റ്റ് എക്സാമ്പിൾ എന്താ അടുത്തത്? ഇതെന്താ വായിക്കും നോക്കണേ. പാക്ക് ഊച്ചിന്നുട്ടു, പാ എഴുതി മിസ്. നെക്സ്റ്റ് ഊച്ചിന്നുട്ടു, പൂന്ന് വായിക്കും. നെക്സ്റ്റ് രാ എഴുതി മിസ്. എന്ത് വായിക്കും മക്കള്? വൈഗ. എന്താ വായിക്കുക വൈഗ? ഇപ്പോ ഇതെന്താ വായിക്കുക? പുര. വെരി ഗുഡ്, പുര. ഓക്കെ, പുര എന്ന് വായിക്കും അല്ലേ. നെക്സ്റ്റ് ഒന്നുകൂടി എഴുതാ. മാക്ക് ഊച്ചിനുട്ടു എന്ത് വായിക്കും? മു അല്ലേ, മു. നെക്സ്റ്റ് ന എന്ന അക്ഷരം ഞാൻ എഴുതി. എന്ത് വായിക്കും? എന്ത് വായിക്കും? മു. അത് നോക്കിയേ മിസ് ഇവിടെ എഴുതിയത് നോക്കിയേ. മാ കൂച്ചിനുട്ടു മു. നെക്സ്റ്റ് എന്താ അക്ഷരം? ന. മുന അല്ലേ, മുന എന്നല്ലേ വായിക്കും ഇത്? മുന. ഓക്കെ, ക്ലിയർ ആയോ അത്? നെക്സ്റ്റ് നിങ്ങൾക്ക് എക്സാമ്പിൾ പറയാനുണ്ടോ? എന്തെങ്കിലും മക്കൾക്ക് എന്തെങ്കിലും എക്സാമ്പിൾ പറയാനുണ്ടോ? പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. ഊ ചിഹ്നം വരുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞേ. ആർക്കാ പറയണ്ടേ? റിയാനെ ഉണ്ടോ? റിയാനെ പറഞ്ഞേ. ഇപ്പം 3 എണ്ണം മിസ് പറഞ്ഞു. പുലി, പുര, മുന. നെക്സ്റ്റ് ഉണ്ടോ നിങ്ങൾക്ക്? പറഞ്ഞോ. വൈകൊക്കെ ഉണ്ട്. ഓക്കെ, പുര. നെക്സ്റ്റ് വൺ വേറെ എന്തിങ്ങനെ ഇവിടെ ഇല്ലാത്തത്, നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ലാത്ത ഏതെങ്കിലും ഇഷാനിക്ക് ഉണ്ട്? പറഞ്ഞോ ഇഷാനി. എന്താണ് ഇഷാനി? പറഞ്ഞോ. നുണ. വെരി ഗുഡ്, നുണ. നാ കൂച്ചിന്നുട്ടു അല്ലെ, എനിക്ക് നാ എഴുതണം. നുണ. നെക്സ്റ്റ് വൺ ഇനി ആർക്കാ? ഡെൽവിൻ ഉണ്ട്. ഡെൽവിന്. എന്താ ഡെൽവിൻ? ഒന്ന് പറഞ്ഞേ. വേഗം പറ, വേഗം, നമ്മുടെ സമയം കഴിയാറ്. വേഗം പറ. ഡെൽവിൻ പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ. തുണി. വെരി ഗുഡ്. താ കൂച്ചിന്നുട്ടു തുണി. ഓക്കെ, നെക്സ്റ്റ് വൺ അൻവിത. വേഗം വേഗം. തുണിയാണോ? കുട. വെരി ഗുഡ്. അംബർല അല്ലെ, കുട. ഓക്കെ, കാക്ക് ഊച്ചിനുട്ട കു, കുട. നെക്സ്റ്റ് വൈഗ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ. ഏതൻ ജെ മാത്യു. ഏത്? പുലി. മുടി. വെരി ഗുഡ്, വെരി ഗുഡ്. പുര. നെക്സ്റ്റ് വൺ ഇനി ആരും ഉണ്ടോ? ആർക്കെങ്കിലും? പുല. ഓക്കെ, നെക്സ്റ്റ് എന്താ ഏബിലേ? വേഗം വേഗം. ആയിഷ അമാന എന്തല്ലേ ഈ മുടി. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് ലുബാബ അൺമ്യൂട്ട് ചെയ്തടാ, നീ പറഞ്ഞോ. കുറി. മുറി. ഓക്കെ, വെരി ഗുഡ്. മുറി, കുറി. നെക്സ്റ്റ് ഇനി. ഓക്കെ, ചിഹ്നങ്ങൾ ഏകദേശം മനസ്സിലായി അല്ലേ? ആദിശേ
എക്സാമ്പിൾ ഒന്നും ഇല്ലേടാ പറയാൻ, വേഗം പറഞ്ഞേ. ആ പുര. നെക്സ്റ്റ് വിദ്യുദ്ര. കുലം അല്ലേ? ആ നെക്സ്റ്റ്. ഓക്കെ, ഒരുപാട് പേര് പറഞ്ഞു അല്ലേ? ആ അത് കുല. വെരി ഗുഡ്. കുല. കുട. തുട. നെക്സ്റ്റ്. ഓക്കെ, ഊ എന്ന ചിഹ്നം വെച്ച് എങ്ങനെ എഴുതാന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? അഹല്യക്കു എന്തോ ഉണ്ട് പറയാൻ, പറഞ്ഞോ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോ. നുണ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഊ എന്ന ചിഹ്നം വെച്ചിട്ടുള്ള കുറെ പദങ്ങളും ഊ എന്ന ചിഹ്നവും നമുക്ക് പഠിക്കണം അല്ലേ? ഓക്കെ, മുടി. കൂട്, അത് ഊ ചിഹ്നത്തിന്റെ അല്ലേ? മുല്ല. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നമുക്കൊരു 1 മിനിറ്റേ ഉള്ളൂ മക്കളെ, ക്ലാസ് കട്ടാവുവേ. ഓക്കെ, ബൈ. അടുത്ത ക്ലാസ് കാണാം. നമുക്ക് ഇന്ന് തന്നെ ഒരു ക്ലാസ് കൂടി ഇല്ലേ അല്ലേ? ഓക്കെ, വെൽക്കം, താങ്ക് യു. ഓക്കെ, ബൈ, സി യു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഊ എന്ന ചിഹ്നം പഠിക്കാട്ടാ. എല്ലാവരും കണ്ടുപിടിച്ച് വെക്കണേ, ഒരുപാട് പദങ്ങള് ഊ എന്ന ചിഹ്നം വരുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ അക്ഷരദീപവും നമ്മുടെ 2 ലൈൻ ബുക്കും ഒക്കെ എഴുതണം മക്കളെ. നല്ല മക്കളാവണം കേട്ടോ.